വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഈ ഉപ്മാവ് ഉണ്ടാക്കുന്ന സേമിയോ ഇതേപോലെ വെർമിസെല്ലി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ വെർമിസെല്ലി വറുത്തതും കിട്ടും വറുക്കാത്തതും കിട്ടും. പക്ഷെ ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വറുക്കാത്ത വെർമിസെല്ലിയാണ് നല്ലത്. പിന്നെ വേണ്ടത് ക്യാരറ്റും ബീൻസാണ്. അത് രണ്ടും ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് രണ്ടിനും കൃത്യമായിട്ട് ഒരളവില്ല. ഇത് രണ്ടും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സവോളയും ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ വേണ്ടത് പച്ചമുളകും ഇഞ്ചിയാണ്. ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല എരിവുള്ള പച്ചമുളകിനേക്കാളും നല്ലത് ഒരു മീഡിയം എരിവുള്ള പച്ചമുളകായിരിക്കും. പച്ചമുളകും ഞാനിവിടെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ കടുകും വേണം, ഉഴുന്നുപരിപ്പും വേണം. ഇത് രണ്ടും ഞാനിവിടെ ഓരോ ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടിക്ക് പകരം കാഷ്നട്ട് വേണമെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് ചേർക്കാം, അല്ലെങ്കിൽ കപ്പലണ്ടിയും കാഷ്നട്ടും രണ്ടും കൂടിയിട്ട് ഒരുമിച്ചും ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ ഉപ്മാവാക്കാന്ന്. ഇനി ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ വെർമിസെല്ലി വേവിച്ചെടുക്കണം. വെർമിസെല്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേമിയ തന്നെയാണ്. അപ്പോൾ ഇതേപോലത്തെ വെർമിസെല്ലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി കിട്ടണില്ലെങ്കിൽ സേമിയ വാങ്ങിച്ചിട്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഏറ്റവും ആദ്യം വെർമിസെല്ലി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എടുക്കണ വെള്ളത്തിന് കൃത്യമായിട്ട് ഒരളവില്ല. ഈ വെർമിസെല്ലി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വെള്ളം ഊറ്റിക്കളയും. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നിങ്ങൾ ഏറ്റവും ആദ്യം ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കുക. എന്നിട്ട് വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് കുറച്ച് കൂടി നിൽക്കണം. അപ്പോഴായിരിക്കും ആ വെർമിസെല്ലി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉപ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് വരാം. ഈ വെർമിസെല്ലി വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടിയും ചേർക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കുക. അതിനും കൃത്യമായിട്ടൊരു അളവില്ല. ഞാനിവിടെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെർമിസെല്ലി ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെർമിസെല്ലിയൊക്കെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് നമ്മൾ കയ്യിലെടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സോഫ്റ്റായിട്ട് വരണം. അപ്പോഴായിരിക്കും വെർമിസെല്ലി വെന്തിട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് മൂടി വയ്ക്കുക. ഇത് തിളച്ച് പോകാണ്ട് നോക്കണം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് തിളച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് ഞാനിതിവിടെ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി. 5 മിനിറ്റ് ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഈ വെർമിസെല്ലി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ കയ്യിലെടുത്തിട്ട് നോക്കുക. അപ്പോൾ കയ്യിലെടുത്ത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വെർമിസെല്ലി വെന്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ഊറ്റിക്കളയാനാണ് പോണത്. അല്ലാണ്ട് വെള്ളം ഊറ്റിക്കളയാണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്മാവ് ആയി ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ഇതേപോലെ വെർമിസെല്ലി വേവിച്ചിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞിട്ടാണ് ഉപ്മാവ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി വെള്ളം ഊറ്റിക്കളയാൻ വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ഓട്ടയുള്ള പാത്രത്തിലേക്ക് ഈ സേമിയയും വെള്ളവും കൂടിയിട്ട് ചേർക്കാം. നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുക്കുന്ന പോലെ തന്നെ. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് വെള്ളം കൂടിയും ചേർക്കുന്നുണ്ട്. നമ്മുടെ ടാപ്പിൽ വരുന്ന സാധാരണ വെള്ളം. അപ്പോൾ ഈ ഉപ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. ഇനി ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഞാനിവിടെ എടുത്തിരുന്ന വെർമിസെല്ലി 150 ഗ്രാം വെർമിസെല്ലിയാണ് എടുത്തിട്ട് വേവിച്ചെടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ ഉണ്ടാക്കുക. ഇനി ചൂടായ ഓയിലിലേക്ക് കടുക് ചേർക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കടുകാണ് ചേർക്കുന്നത്. ഉപ്മാവൊക്കെ ആകുമ്പോൾ കുറച്ച് കടുക് കൂടുതൽ വേണം. അപ്പോഴായിരിക്കും ഉപ്മാവ് കാണാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ കടുക് ഒരു സമയത്തും കരിഞ്ഞു പോകരുത്. കടുക് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കടുക് നമ്മൾ കഴിക്കുമ്പോൾ കടുകിനൊരു കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ഞാനിവിടെ 2 ചേർക്കുന്നുണ്ട്. അത് പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് അത് കടുക് പതുക്കൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ഉണക്കമുളകും ഉഴുന്നും ചേർക്കുക, അല്ലെങ്കിൽ കടുക് കരിഞ്ഞു പോകും. അപ്പോൾ ഉഴുന്നും ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും ചേർക്കാം.
കറിവേപ്പില ചേർക്കാം, സവോള ചേർക്കാം. ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ചേർക്കാം. ആ സവോള സെപ്പറേറ്റ് ഇട്ട് മുരിക്കേണ്ട ആവശ്യമില്ല. സവോള മുരിക്കാണ്ട് ഉപ്മാവിലേക്ക് ചേർക്കാൻ തന്നെ ടേസ്റ്റ്. എല്ലാവർക്കും സവോള നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതിലേക്ക് നിങ്ങൾ കാഷ്നട്ടും ചേർക്കുന്നുണ്ടെങ്കിൽ, അത് വറുക്കാത്ത കാഷ്നട്ട് ആണെന്നുണ്ടെങ്കിൽ കാഷ്നട്ട് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ വറുക്കാണ്ടും ചേർക്കാം, അല്ലെങ്കിൽ കാഷ്നട്ട് വറുക്കണമെന്നുണ്ടെങ്കിൽ ഉഴുന്നിൻ്റെ കൂടെ തന്നെ കാഷ്നട്ടും ചേർക്കാം. ഇത് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ബീൻസും ക്യാരറ്റൊക്കെ ഇതേപോലെ നമ്മൾ കനം കുറച്ച് കട്ട് ചെയ്ത് വെക്കണാനും ഇത് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും കളറും മാറിപ്പോകും. അപ്പോൾ ഈ ക്യാരറ്റും ബീൻസും വെന്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക ഈ ക്യാരറ്റും ബീൻസും. പക്ഷേ ഞാനിവിടെ മൂടി വയ്ക്കാണ്ടാണ് വേവിക്കുന്നത്, കാരണം അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ മൂടി വയ്ക്കണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ചാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണം സേമിയ ചേർക്കാം. തീ ചെറുതായിട്ട് കുറച്ച് വയ്ക്കാം. ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാം. നിങ്ങളിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കാം. പതുക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അത് മൂടി വയ്ക്കുന്നതിനേക്കാളും മുമ്പ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ബട്ടറും കൂടിയും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഞാനിതിവിടെ ഒരു മിനിറ്റ് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ബട്ടറും മെൽറ്റായിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെർമസെല്ലി കൊണ്ടുള്ള ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ലഞ്ചായിട്ട് കൊടുത്തു വിടാനും, പിന്നെ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈവനിങ്ങിൽ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയ ഒരു ഉപ്മാവാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.